ഹലോ, നമുക്കിന്ന് ഈ കമ്പിയിൽ ഒരു ക്രാഫ്റ്റ് ചെയ്താലോ? ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഈ കമ്പി ഒന്ന് വളച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുക്കണം കേട്ടോ. ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുപെട്ട് ഇതൊന്ന് വളയ്ക്കാൻ വേണ്ടി ഞാൻ ഈ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്രെയിം റിങ്ങിൻ്റെ കമ്പിയാണ് കേട്ടോ. അതായത് ഫ്രെയിമിനായിട്ട് യൂസ് ആക്കുന്ന റിങ്ങില്ലേ, അതാണ് കേട്ടോ. കെട്ട് കമ്പിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്നെസ് കുറവായിരിക്കും, അപ്പോൾ പിന്നെ ഒരു കംഫർട്ട് ഉണ്ടാകത്തില്ല, അപ്പോൾ വീണ് പോകും കേട്ടോ. അതുപോലത്തെ ഒരു കമ്പി ഇങ്ങനെ വളച്ചെടുത്തതിന് ശേഷം ഒരു ത്രെഡ് ഇട്ട് അത് മൊത്തത്തിൽ അങ്ങ് ചുറ്റി കൊടുക്കുക കേട്ടോ. ഇനി ത്രെഡ് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും കളർ തുണിയായിരുന്നാലും മതി, അതൊന്ന് ചുരുട്ടിയിട്ട് ഇതുപോലെ ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനകത്തൊരു ഊഞ്ഞാലുണ്ടാക്കണം കേട്ടോ. ഞാൻ ഊഞ്ഞാലിനുള്ള തന്ത്രപ്പാടാണ്, അതിന് ഞാൻ ഐസ്ക്രീം സ്റ്റിക്കാണ് എടുത്തത്. എന്നിട്ട് ആ വീഡിയോയിൽ കാണുന്ന പോലെ അതൊന്ന് ഒട്ടിച്ച് മാറ്റി വെക്കുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു ഫ്ലവർ ഉണ്ടാക്കലാണ്. പേപ്പറിൽ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ റോസാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ അതൊന്ന് മടക്കി കൊടുക്കുക, ചുരുട്ടുക, ട്വിസ്റ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ, വലിയ പാടൊന്നുമില്ല നമുക്ക് ആ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ. പക്ഷെ നല്ല ക്യൂട്ടാണ് കേട്ടോ. ആ ഫ്ലവർ നമുക്ക് ഉണ്ടാക്കി ഫൈനലായിട്ട് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അങ്ങനത്തെ കുറച്ച് പൂക്കൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തുമ്പിലോട്ട് ഞാനൊരു ഗ്രീൻ കളർ, ചെറിയൊരു ലൈറ്റ് ഗ്രീൻ കളർ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു, ഇത് കളറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തൃപ്തി വന്നില്ല. അപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വെള്ളം എടുക്കുക, അതിൽ സൂപ്പർ ഗ്ലൂ ഒഴിക്കുക, നന്നായിട്ട് മിക്സ് ആക്കുക, അതിലോട്ട് ഗ്ലിറ്റർ എടുക്കുക, ആ സൂപ്പർ ഗ്ലൂവിൽ മുക്കുക, ഗ്ലിറ്ററിൽ മുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് ലീഫും കൂടെ എടുക്കണം കേട്ടോ. ഈ ലീഫിൽ ഞാൻ സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്തത് കേട്ടോ. ഒരു യെല്ലോ കളറും കൂടെ കൊടുത്തിട്ട് ഗ്ലിറ്ററും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച ആ സംഭവം ഇല്ലയോ, ആ ഊഞ്ഞാൽ, അതിലും ത്രെഡ് ഒന്ന് ചുറ്റി കൊടുക്കണം നന്നായിട്ട്. അത് അപ്പോഴത്തേക്ക് അത് ഉണങ്ങി കിട്ടും. നമ്മൾ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ അത് ഉണങ്ങി കിട്ടും കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല പണി, എല്ലാം നമ്മൾ ആ സംഭവത്തിലോട്ട് അങ്ങോട്ട് ഫിക്സ് ആക്കുക, അത്രയേ ഉള്ളൂ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു റോസും ഒരു ലീഫും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാൽ കുറച്ച് പാടാണ്. ആ നൂല് ചുറ്റിയെടുക്കാൻ മാത്രമേ എനിക്ക് പാടുണ്ടായിട്ടുള്ളത്. പിന്നെ എനിക്ക് ഭയങ്കര ഈസിയാണ്, വേറെ ഒന്നും വലുതായിട്ട് എനിക്ക് പാടായിട്ട് ഫീൽ ആയില്ല കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു നൂല് കെട്ടിക്കൊടുക്കുക, എന്നിട്ട് നമ്മുടെ ബേസ് വെച്ച് കൊടുക്കുക. സംഭവം ഫസ്റ്റ് ഞാൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് എളുപ്പം അത് വീഴുന്നുണ്ടായിരുന്നു ആ നൂഞ്ഞാലിൽ. പിന്നെ ഞാൻ 2 സൈഡ് നൂലിട്ട് കെട്ടിയിട്ട് ഫ്ലവറിൻ്റെ ഒരു പോട്ട് എടുത്ത് ഞാൻ എൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ പിങ്കാ വെച്ച് കൊടുത്തത്, പിന്നെ എനിക്ക് അതെന്തോ ഒരു തൃപ്തി വരാത്തതുകൊണ്ട് യെല്ലോ പോട്ടിന് എൻ്റെ കയ്യിലിട്ടായിരുന്നു, അത് ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ ഫൈനൽ ലുക്ക് നോക്കിയാണ് എന്ത് രസമാണെന്ന് നോക്കിയാൽ നല്ല ക്യൂട്ടില്ലേ കാണാൻ വേണ്ടി. ടേബിൾ വെച്ചപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. പ്ലീസ് ഇതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.